അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു ഹദീസ് മനസ്സിലാക്കാം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുടിക്കാൻ എടുക്കുന്ന പാനീയത്തിൽ ഈച്ച വീണാൽ ഈച്ചയെ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കിയിട്ട് നിങ്ങൾ ആ പാനീയം ഉപയോഗിക്കണം എന്ന്. ഈ ഹദീസിനെ ജപ്പാനിലെ ഒട്ടോവ എന്ന സ്ഥലത്ത് ജനിച്ച കൈറോത്ത് വീസ് എന്ന ശാസ്ത്രജ്ഞൻ ഈ ഹദീസിനെ വിശകലനം ചെയ്യുകയുണ്ടായി. അതായത്, നിങ്ങൾ കുടിക്കാനെടുത്ത പാനീയത്തിൽ ഒരു ഈച്ച വീണു പോയാൽ ആ ഈച്ചയെ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കിയിട്ട് നിങ്ങൾ പാനീയം ഉപയോഗിക്കണം. ഇതായിരുന്നു ഹദീസ്. ഇത് അയാൾ വിശകലനം ചെയ്തിട്ട് ഇതിൻ്റെ ആ ഹദീസിൻ്റെ പൊരുൾ മനസ്സിലായില്ല. അങ്ങനെ അയാൾ എഴുതിയത് ദ പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദ് ഫുൾ ഓഫ് ഫൂളിഷ്നെസ്. മുഹമ്മദിൻ്റെ ആദർശങ്ങളെല്ലാം വിഡ്ഢിത്തരമാണ്, വെറും ഫൂളിഷ്നെസ് ആണെന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. വീണ്ടും അയാൾ ഒന്നുകൂടി ഹദീസിനെ വിശകലനം ചെയ്യാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹദീസിനെ വീണ്ടും പരീക്ഷണം നടത്തി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈച്ച വെള്ളത്തിൽ വീണാൽ ചരിഞ്ഞാണ് കിടക്കുന്നത്. ഈച്ചയുടെ ഒരു ഭാഗത്ത് വിഷം, ആ വിഷം വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത്, മറുഭാഗം പൊങ്ങിയിരിക്കും. അപ്പോൾ ഈച്ചയെ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കുമ്പോൾ മറു ചിറക് കൊണ്ട് ഈച്ച വിഷത്തെ വലിച്ചെടുക്കുന്നു. അപ്പോൾ വെള്ളം ശുദ്ധമായ ജലമായി കഴിഞ്ഞു. ഇതാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്ന പാനീയത്തിൽ ഈച്ച വീണാൽ ആ ഈച്ചയെ വെള്ളത്തിൽ ഒന്നുകൂടി മുക്കിയിട്ട് നിങ്ങൾ ആ പാനീയം ഉപയോഗിക്കണമെന്ന്. ഈ സത്യം മനസ്സിലാക്കിയ കൈറോത്ത് വീസ് എന്ന ശാസ്ത്രജ്ഞൻ അയാൾ എഴുതിയത് തിരുത്തി കുറിക്കുകയുണ്ടായി. ഐ ആം സോറി, മുഹമ്മദ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ ഏറ്റവും വിദഗ്ധനായ സൈക്കോളജി വിദഗ്ധനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അയാൾ തിരുത്തി കുറിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു ഹദീസ് കൂടി ഒരു ചരിത്രം കൂടി മനസ്സിലാക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളുമായി മദീന പള്ളിയിലിരിക്കുമ്പോൾ ഒരു മുഖവുരയും കൂടാതെ, ഒരു മുന്നറിയിപ്പിനുമില്ലാതെ ഒരു അറാബിയായ ഒരു യുവാവ് കടന്നു വന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ എനിക്ക് വ്യഭിചരിക്കണം, താങ്കൾ അനുവാദം തരണമെന്നായിരുന്നു ചോദിച്ചത്. ഈ ചോദ്യം കേട്ട് ആശ്ചര്യഭരിതരായ സഹാബാക്കൾ പറഞ്ഞു, കാരുണ്യത്തിൻ്റെ തിരുദൂതരോട് ഇങ്ങനെ ഒരു വർത്തമാനം പറയുവാൻ ഇയാൾക്ക് എങ്ങനെ മനസ്സുണ്ട്, എങ്ങനെയാണ് ഇയാൾക്ക് അവസരം കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പിടത്തു നിന്നും സഹാബാക്കൾ ചാടിയണീറ്റ് വാളൂരുകയുണ്ടായി. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ സാന്ത്വനപ്പെടുത്തിയിരുത്തിക്കൊണ്ട് ആ യുവാവിനെ അടുത്തു മടി വിളിച്ചുകൊണ്ട് തലോടിക്കൊണ്ട് ഒരു മാതാവ് മക്കളെ ഉപദേശിക്കുന്നത് പോലെ കുശല പ്രശ്നങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാവിനോട് ചോദിച്ചിട്ട് ആറിത്തണുത്ത സഹാബാക്കളെ അത്ഭുതപ്പെടുത്തുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുവാവിനോടൊരു കാര്യം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് സഹോദരിയുണ്ടോ? ഉണ്ട് എന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ സഹോദര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ പ്രിയപ്പെട്ട സഹോദരിയെ താങ്കളുടെ മുമ്പിൽ വെച്ച് ഒരുത്തൻ വ്യഭിചരിക്കുന്നത് കണ്ടാൽ താങ്കൾ ഇഷ്ടപ്പെടുമോ സഹോദര? അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചാടിയണീറ്റു. അയാൾ പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ഞാൻ അയാളെ വെച്ചിക്കുകയില്ല നബിയെ, ഞാൻ അയാളെ തീർക്കുക തന്നെ ചെയ്യും, ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. കോപാകുലനായിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്.
വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ഇതുപോലെ തന്നെ മകളോടും ഭാര്യയോടും മാതാവിനോടും ഇങ്ങനെ ഉണ്ടായാൽ താങ്കൾക്ക് എങ്ങനെ ദേഷ്യമുണ്ടാകില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വീണ്ടും കോപാകുലനായി രോക്ഷാകുലനായിക്കൊണ്ട് അയാൾ പറഞ്ഞു, നബിയെ, എനിക്ക് വ്യഭിചരിക്കുന്നത് കണ്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുകയില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ അയാളെ വകവരുത്തുക തന്നെ ചെയ്യും റസൂലേ എന്ന് പറഞ്ഞ് കോപം തണുത്ത് അയാൾ ശാന്തമായിരുന്നു. മുഖവും അമർത്തി കുനിഞ്ഞിരിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്ന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്ന് ആ യുവാവിൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദര, താങ്കളുടെ ഈ പ്രിയപ്പെട്ട അനുജത്തിയെയും മാതാവിനെയും വേണ്ടപ്പെട്ടവരെല്ലാം താങ്കളുടെ മുമ്പിൽ വെച്ച് വ്യഭിചരിക്കുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അവർക്ക് വേണ്ടപ്പെട്ടവരെ വ്യഭിചരിക്കുന്നത് അവർ കാണാൻ ഇഷ്ടപ്പെടുകയില്ല. സഹോദര, ഈ സത്യം താങ്കൾ മനസ്സിലാക്കുക. ഇത് കേട്ട് അയാൾ ആ യുവാവ് ഇരുന്നിടത്ത് നിന്നും ചാടി എണീറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ശപഥം ചെയ്യുകയാണ്, യാ റസൂലുള്ളാഹ്, നബിയെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ, തങ്ങളെ ഞാൻ കാണാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയം വ്യഭിചാരത്തോടായിരുന്നു നബിയെ. ഞാനിതാ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പ് വ്യഭിചാരത്തോടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനഃശാസ്ത്രപരമായ സമീപനത്തിൻ്റെ പ്രതിഫലനം നിറഞ്ഞ ചരിത്ര സാക്ഷ്യമാണ്. ഇതുപോലെ പല ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹദീസുകൾ മനസ്സിലാക്കി നമ്മൾ സന്ദേശവാഹകരായി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പരിശുദ്ധ ഖുർആൻ്റെയും റസൂലിൻ്റെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ദീനീ സ്നേഹികളായി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണം. പ്രിയപ്പെട്ടവരെ, അതിനായി നമ്മൾ മുവഹിദായി മുത്തഖീങ്ങളായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദായി മുത്തഖീമായി ജീവിച്ച് നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ ധാരാളം തെറ്റുകൾ ഞങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട് അല്ലാ. നീ പുറത്ത് മാപ്പാക്കണേ അള്ളാഹുവേ. ഇനി തെറ്റ് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങളിൽ നിന്ന് നീ വരുത്തല്ലേ അല്ലാ. അതിനുള്ള തെറ്റ് ചെയ്യാൻ ഉള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. അള്ളാഹുവേ, ദോഷങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിൻ്റെ മുൻഗാമികൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിന്നോട് ചോദിച്ചുവോ അതെല്ലാം ഞങ്ങളിതാ നിന്നോട് ചോദിക്കുന്നു നാഥ. നിൻ്റെ മുൻഗാമികൾ എന്തെല്ലാം ദോഷത്തെ തൊട്ട് കാവലിനെ തേടിയോ ഞങ്ങളും ഇതാ കാവലിനെ തേടുന്നു അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ ഐശ്വര്യമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികൾക്ക് നീ സൗഖ്യം വരുത്തണേ റഹ്മാനെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ, വീഡിയോ കാണുന്ന എൻ്റെ പൊന്നു മക്കളെയും എല്ലാ പ്രിയ സഹോദരങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله.